وأسروا قولكم أو اجهروا به إنه عليم بذات الصدور. السلام عليكم ورحمة الله. الحمد لله وكفى والصلاة والسلام على من لا نبي بعده نصلي ونسلم على أشرف الأنبياء والمرسلين أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تلهكم أموالكم ولا أولادكم عن ذكر الله ومن يفعل ذلك فأولئك هم الخاسرون. وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت فيقول رب لولا أخرتني إلى أجل قريب فأصدق وأكن من الصالحين ولن يؤخر الله نفسا إذا جاء أجلها والله خبير بما تعملون. പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ കൽപ്പനാ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തണേ എന്ന് ഏവരോടും ഏറെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്, സ്വന്തത്തെ മറക്കാതെ തന്നെ. അള്ളാഹു അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. 63-ാം അധ്യായം സൂറത്തുൽ മുനാഫിഖൂനാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ 8 ആയത്തുകൾ നാം പഠിച്ചു. അൽഹംദുലില്ലാഹ്. അവസാന 3 ആയത്തുകളാണ് ഇന്ന് നാം പഠിക്കുന്നത്. ഏറെ ഗൗരവത്തിൽ വിശ്വാസികൾ എന്ന നിലക്ക് നാം ശ്രദ്ധിക്കേണ്ട നിഫാഖിനെ കുറിച്ച്, മുനാഫിഖുകളെ കുറിച്ച് അതിശക്തമായ ഭാഷയിലാണ് അവരെ ആക്ഷേപിച്ചും അവരുടെ അടയാളങ്ങളുമൊക്കെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നത്. എന്തിനാണ് മുനാഫിഖുകളെ അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തി തന്നത്? നാം അവരെ പോലെ ആകാതിരിക്കാൻ. ഒരിക്കലും നമ്മിൽ നിഫാഖ് ഉണ്ടായിക്കൂടാ. മുനാഫിഖുകളുടെ അടയാളം നമ്മിൽ ഉണ്ടായാൽ നാളെ പരലോകത്ത് വിജയിക്കാൻ നമുക്ക് കഴിയില്ല എന്ന് നമ്മെ ബോധ്യപ്പെടുത്താനാണ് ആ കപടവിശ്വാസികളെ കുറിച്ച് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. വിശ്വാസികളാകുന്ന ഞാനും നിങ്ങളും എങ്ങനെയാകണം? മുനാഫിഖുകളാകാൻ പാടില്ല, അവരുടെ അടയാളങ്ങളൊന്നും നമ്മിൽ ഉണ്ടാകാൻ പാടില്ല. എന്നാൽ നമ്മൾ എങ്ങനെയാകേണ്ടത്? നാം എന്തെല്ലാം കാര്യങ്ങളാണ് വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടത്? പ്രധാനമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട വളരെ പ്രധാനമായ ചില ചിന്തകളാണ് അള്ളാഹു ഈ 3 ആയത്തുകളിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടത്, എന്നും നമ്മുടെ മനസ്സുകളിൽ ഉണ്ടായിരിക്കേണ്ട ചിന്തകൾ. നോക്കൂ നിങ്ങൾ, 9-ാമത്തെ ആയത്ത്. യാ അയ്യുഹല്ലദീന ആമനൂ. ഇതുവരെ മുനാഫിഖുകളെ കുറിച്ച് പറഞ്ഞു. മുനാഫിഖുകളായി നിങ്ങൾ മാറരുത് എന്ന താക്കീത് ആ ആയത്തുകളിൽ നമുക്ക് കാണാം. അത്തരത്തിലുള്ള സന്ദേശങ്ങൾ അല്ലാഹു നൽകി. ഇനി വിശ്വാസികളാകുന്ന ആളുകളെ എന്ന് വിളിച്ചുകൊണ്ട് റബ്ബ് പറയാം, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ലാ തുൽഹിക്കും അംവാലുക്കും. ലാ തുൽഹിക്കും, നിങ്ങൾ ഒരിക്കലും അശ്രദ്ധയിലാകരുത്, അല്ലെങ്കിൽ നിങ്ങളെ അശ്രദ്ധയിലാക്കരുത്. നിങ്ങൾ ഒരിക്കലും അശ്രദ്ധയിലാക്കരുത്. എന്ത്? അംവാലുക്കും, മാല് സമ്പത്ത്, അംവാല് സമ്പത്തുക്കൾ, നിങ്ങളുടെ അംവാലുക്കും, നിങ്ങളുടെ സമ്പത്തുകൾ നിങ്ങൾ അശ്രദ്ധയിലാക്കരുത്. വലാ ഔലാദുക്കും, ഔലാദ് സന്താനങ്ങൾ, മക്കൾ, നിങ്ങളുടെ ഔലാദുക്കും, നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങൾ അശ്രദ്ധയിലാക്കരുത്. അൻ ദിക്രില്ല, അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്ന് നിങ്ങളെ അശ്രദ്ധയിലാക്കരുത്. അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്ന് നിങ്ങൾ അശ്രദ്ധയിലാക്കരുത്, അശ്രദ്ധയിലാക്കാതിരിക്കട്ടെ എന്ന് അള്ളാഹു പറയുന്നു. വമൻ യഫ്അൽ, വല്ലവനും ചെയ്താൽ,
വല്ലവനും ചെയ്താൽ ദാലിക അപ്രകാരം, എപ്രകാരം? സന്താനങ്ങളുടെയും അതേ പ്രകാരം സമ്പത്തിന്റെയും കാരണത്താൽ അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്ന് ആരെങ്കിലും അശ്രദ്ധയിലായാൽ, അങ്ങനെ ആരെങ്കിലും ചെയ്താൽ, അപ്പോൾ അക്കൂട്ടർ ഹും അവർ അൽ ഖാസിറൂൻ, നഷ്ടക്കാരാണ്, പരാജയപ്പെട്ടവരാണ് എന്നാണ് അല്ലാഹു തആല ഈ ആയത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. വിശ്വസിച്ചവരെ, നിങ്ങളുടെ സ്വത്തുക്കളോ നിങ്ങളുടെ മക്കളോ അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന്, അള്ളാഹുവിനെ ഓർമ്മിക്കുന്നതിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും അശ്രദ്ധയിലാക്കരുത്. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അവർ തന്നെയാണ് നഷ്ടക്കാർ എന്ന് അല്ലാഹു പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന രണ്ട് കാര്യങ്ങളാണ് സമ്പത്തും സന്താനങ്ങളും. സമ്പത്തിനോട് ഇഷ്ടമില്ലാത്തവരുണ്ടാവില്ല, മക്കളോട്, പേരക്കുട്ടികളോട് ഇഷ്ടമില്ലാത്തവരുണ്ടാവുകയില്ല. മക്കളും സമ്പത്തും ഒക്കെ അനുഗ്രഹമാണ് എന്ന് പഠിപ്പിച്ച അള്ളാഹു തന്നെ മറ്റു പല ആയത്തുകളിലൂടെയും പറഞ്ഞിട്ടുണ്ട്. ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന, നിങ്ങൾക്ക് അനുഗ്രഹമായ, നിങ്ങളെ ഏറെ ഇഷ്ടത്തോടെ കാണുന്ന സമ്പത്തുകളും അതുപോലെ നിങ്ങളുടെ സന്താനങ്ങളും ഒക്കെ ഫിത്നത്തുൻ, നിങ്ങൾക്കൊരു പരീക്ഷണമാണ് എന്ന് അല്ലാഹു തആല നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നന്മക്ക് കാരണമായിട്ടാണ് ഈ സന്താനങ്ങളെയും സമ്പത്തിനെയും നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. നമുക്ക് അത് മുഖേന ഒരുപാട് നന്മകൾ ലഭ്യമാകും. നല്ല നിലക്ക് സമ്പത്തിനെയും സന്താനങ്ങളെയും ഉപയോഗപ്പെടുത്തിയാൽ, അതേപോലെ തന്നെ അത് മുഖേന നമുക്ക് നന്മകൾ നേടിയെടുക്കാൻ കഴിയുന്നത് പോലെ തന്നെ സന്താനങ്ങളുടെയും അതുപോലെ സമ്പത്തിന്റെയും കാരണത്താൽ ഒരുപാട് നഷ്ടങ്ങൾക്കും തിന്മകൾക്കും ഈ രണ്ട് വസ്തുക്കൾ കാരണമാകുമെന്ന് അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സന്താനങ്ങളും സമ്പത്തുമൊക്കെ പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ വിജയിക്കുക എന്നതാണ് വിശ്വാസികളുടെ ബാധ്യത. മനസ്സിലായില്ലേ? നമുക്ക് അല്ലാഹു തആല തരുന്ന സമ്പത്തും അല്ലാഹു നമുക്ക് നൽകുന്ന സന്താനങ്ങളുമൊക്കെ ഒരു പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ എന്ത് വേണം? ശക്തമായ വിജയം കണ്ടെത്താൻ നമുക്ക് കഴിയണം. എങ്കിലേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ, നാം ഭാഗ്യവാന്മാരായി മാറുകയുള്ളൂ. ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ്, നമ്മുടെ സ്വത്തോ നമ്മുടെ സന്താനങ്ങളോ അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്ന് നമ്മൾ അശ്രദ്ധരാക്കാൻ പാടില്ല. സമ്പത്തുകൾ ഉണ്ടാക്കുന്ന തിരക്കുകൾക്കിടയിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, എങ്ങനെയൊക്കെ നാളെ തന്റെ കുടുംബത്തെ പോറ്റണം എന്ന ആലോചനകളുടെ കാരണത്താൽ ഒരിക്കലും അള്ളാഹുവിനെ ഓർക്കുന്ന വിഷയത്തിൽ നമുക്ക് അത് ഒരു തടസ്സമായി കൂടാ എന്നാണ് അള്ളാഹു പറയുന്നത്. ജോലികളുടെ തിരക്കുകൾ ഉണ്ടാകും, അതുപോലെ സന്താനങ്ങളുടെ സുഖസൗകര്യങ്ങളുടെ അതിൽ മാത്രം ശ്രദ്ധിച്ച് അവരെ എങ്ങനെയെങ്കിലൊക്കെ ഉയരങ്ങളിൽ എത്തിക്കണം, അവർക്ക് നല്ല ജോലി വേണം, അവർക്ക് നല്ല സമ്പാദ്യങ്ങൾ ഉണ്ടാകണം, അവർക്ക് നല്ല ജീവിതം ഉണ്ടാക്കണം എന്ന ആ ഒരു ചിന്തകൾക്കിടയിൽ ദിക്റില്ല, അള്ളാഹുവിനെ ഓർക്കാൻ നമുക്ക് സമയമില്ലാതെയായി പോയാൽ നമ്മുടെ മക്കളും നമ്മുടെ സമ്പത്തും നമ്മുടെ കച്ചവടവും നമ്മുടെ ജോലിയും നമ്മുടെ ശമ്പളങ്ങളും ഒക്കെ അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് തടസ്സമായി പോയാൽ അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അവർ ഏറ്റവും വലിയ നഷ്ടക്കാരാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സ്മരിക്കുക, അവനെ ഓർത്ത് ജീവിക്കുക, അവന്റെ വിശുദ്ധ കലാമാകുന്ന വിശുദ്ധ ഖുർആൻ പഠിക്കുക, അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക, അതിനനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുക, ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കുക, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളൊക്കെ ചെയ്യുക, അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുക, ഇസ്ലാം അനുസരിച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിമായി ജീവിക്കുക. ഇതിനൊന്നും നമ്മുടെ സന്താനങ്ങളോ നമ്മുടെ മക്കളോ നമ്മുടെ കുടുംബമോ നമ്മുടെ സമ്പത്തോ നമ്മുടെ ജോലിയോ നമ്മുടെ ബിസിനസ്സോ ഒന്നും തടസ്സമായി കൂടാ എന്നാണ് അള്ളാഹു പറയുന്നത്. ആ കാരണത്തിന് വേണ്ടി, സമ്പത്തിന്റെ പിന്നാലെയുള്ള ഓട്ടത്തിന്റെ കാരണം കൊണ്ട്, അതല്ലെങ്കിൽ സന്താനങ്ങളുടെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള നെട്ടോട്ടങ്ങളുടെ കാരണത്താൽ റഹ്മാനായ റബ്ബിനെ മറന്ന് അവനെ ധിക്കരിച്ച് അവന്റെ കൽപ്പനകളെ തമസ്കരിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിച്ചാൽ, അങ്ങനെ ജീവിച്ചാൽ അള്ളാഹുവാണ് നമ്മെക്കുറിച്ച് പറയുന്നത് അവർ ഖാസിരീങ്ങളാണ്, അവർ പരാജയപ്പെട്ടവരാണ് എന്ന്. ഒരിക്കലും ആ പരാജയപ്പെട്ടവരിൽ നമ്മൾ പെടരുത്. മറിച്ച് വിജയികളാകാൻ എന്ത് വേണം? അതിന് നേരൊരു വിപരീതമുണ്ട്. എന്താണത്? നിങ്ങളുടെ സമ്പാദ്യങ്ങളും നിങ്ങളുടെ സന്താനങ്ങളും അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് അശ്രദ്ധരാക്കാതെ സമ്പത്തുകളെയും സന്താനങ്ങളെയും അള്ളാഹുവിന്റെ മാർഗത്തിലൂടെ തിരിച്ചുവിടാൻ നിങ്ങൾ ഉപയോഗപ്പെടുത്തിയാൽ, ആ നിലക്കായി നിങ്ങൾ മാറിയാൽ തീർച്ചയായും അവർ വിജയികളായി തീരുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. തുടർന്ന് അല്ലാഹു പറയുന്നു, وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت وأنفقوا സാക്കിനായ നൂനിന്റെ ശേഷം ഫ വന്നു, മറച്ച് മണിക്കണം, ഇഖ്ഫ ആണ് അവിടെ. وأنفقوا
മിമ്മ, നൂനിന്റെ ശേഷം മീമ് വന്നു. മിമ്മ റസഖ്, റസഖ്. അവിടെ ഖ് എന്ന് പറയുന്നത് കുത്തുബിജത്തിന്റെ അക്ഷരമാണ്. കുറച്ച് കനപ്പിച്ച് സുക്കൂന് വന്നാൽ കനപ്പിച്ച് ഓതേണ്ട 5 അക്ഷരങ്ങളുണ്ട്. അതിനെ കുത്തുബിജദ്, കൽക്കലത്തിന്റെ അക്ഷരങ്ങൾ എന്ന് പറയും. കുത്തുബിജദ് എന്നതിലെ 5 അക്ഷരങ്ങൾ, അതിൽപ്പെട്ട ഒരു അക്ഷരമാണ് ഖാഫ്. റസഖ്നാക്കും എന്ന് പറഞ്ഞാൽ പോരാ, മാ റസഖ്നാക്കും അത് പറ്റൂല. പിന്നെന്ത് വേണം? മാ റസഖ്, റസഖ്, മാ റസഖ്നാകും മിൻ ഖബ്ലി. അതേപോലെ ബാഉം അതിൽപ്പെട്ട അക്ഷരമാണ്, കൽക്കലത്തിന്റെ. മിൻ ഖബ്ലി പറയരുത്. പിന്നെന്ത് വേണം? മിൻ ഖബ്ലി, റസഖ്, ഖബ്, മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്. വളരെ പ്രധാനമാണ് സമ്പത്ത്. ആ സമ്പത്ത് പരീക്ഷണമാണെന്ന് അള്ളാഹു പറഞ്ഞു. ആ സമ്പത്ത് സന്താനങ്ങളോ അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും അശ്രദ്ധയിലാക്കരുത് എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തി. ഇനി അള്ളാഹു പറയുന്നത് വഅൻഫിഖൂ, നിങ്ങൾ ചെലവഴിക്കണേ. മിമ്മാ റസഖ്നാകും, വഅൻഫിഖൂ, നിങ്ങൾ ചെലവഴിക്കുവീൻ വിശ്വാസികളെ. മിമ്മാ, ഒന്നിൽ നിന്ന്, റസഖ്നാ, നാം നൽകിയ ഒന്നിൽ നിന്ന്, കും, നിങ്ങൾക്ക്, മാ റസഖ്നാകും, നിങ്ങൾക്ക് നാം നൽകിയ ഒന്നിൽ നിന്ന് നിങ്ങൾ ചിലവഴിക്കൂ. ഈ ആയത്തിലൂടെ അള്ളാഹു പറയുന്നത് നമുക്ക് സമ്പത്ത് തരുന്നത്, ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞില്ലേ, സമ്പത്ത് എന്ന് പറയുന്നത് അത് വലില്ലാഹി ഖസാഇനുസ് സമാവാതി വൽ അർള്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഒക്കെ ഭണ്ഡാരങ്ങൾ ആർക്കുള്ളതാണ്? അള്ളാഹുവിൻ്റെതാണ്. നമുക്ക് സമ്പത്ത് തരുന്നതും ഒരാളെ സമ്പന്നനാക്കുന്നതും ദരിദ്രനാക്കുന്നതും എല്ലാം അള്ളാഹുവാണ്. അതൊക്കെ ഒരു പരീക്ഷണമാണ്. സമ്പത്തും പരീക്ഷണമാണ്, ദാരിദ്ര്യവും ഒക്കെ പരീക്ഷണമാണ്. സമ്പത്തുള്ള ആളുകൾ വലിയ അള്ളാഹുവിന്റെ ഇഷ്ടക്കാരും ദാരിദ്ര്യമുള്ള ആളുകൾ അള്ളാഹു ഇഷ്ടപ്പെടാത്തവരൊന്നുമല്ല. ഈ സമ്പത്ത് എന്ന് പറയുന്നത് അത് വ്യക്തമായിരിക്കുന്ന ഒരു പരീക്ഷണമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നു. എന്നിട്ട് അള്ളാഹു പറയുന്നത് വിശ്വാസികളോട്, വഅൻഫിഖൂ, നിങ്ങൾ ചിലവഴിക്കണം, മിമ്മാ റസഖ്നാകും, നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന്. നമുക്ക് ജോലി തരുന്നത്, നമുക്ക് ശമ്പളം തരുന്നത്, നമുക്ക് ആരോഗ്യം തരുന്നത്, നമുക്ക് സ്ഥലങ്ങൾ ഉണ്ടാകുന്നത്, നമുക്ക് ബിൽഡിങ്ങുകൾ ഉണ്ടാകുന്നത്, ആ സമ്പത്ത് മുഴുവനും ആരുടേതാണ്? അള്ളാഹുവിൻ്റെതാണ്, അള്ളാഹു തന്നതാണ്. ആ സമ്പത്തിനെ ഒരു നിമിഷ നേരം കൊണ്ട് വേണമെങ്കിൽ തിരിച്ചെടുക്കാൻ ആർക്ക് കഴിയും? റഹ്മാനായ റബ്ബിന് കഴിയും. തന്ന റബ്ബിനെ തന്നെ ഒരു നിമിഷ നേരം കൊണ്ട് നമ്മെ ഫഖീറാക്കി മാറ്റാൻ, ഒന്നുമില്ലാത്തവരാക്കി മാറ്റാൻ റഹ്മാനായ റബ്ബിന് കഴിയും. അതാണ് അള്ളാഹു ഇവിടെ ഓർമ്മപ്പെടുത്തിയത്. നിങ്ങൾ ചിലവഴിക്കണം, മിമ്മാ റസഖ്നാകും, നാമാണ് നിങ്ങൾക്ക് സമ്പത്ത് തന്നത്, ഞാനാണ് നിങ്ങൾക്ക് മുതൽ തന്നത്, ഞാൻ നിങ്ങൾക്ക് തന്ന സമ്പത്തിൽ നിന്ന് നിങ്ങൾ ചിലവഴിക്കുക. എപ്പോ ചിലവഴിക്കണം? എപ്പോഴാ ചിലവഴിക്കേണ്ടത്? മിൻ ഖബ്ല്, മുമ്പ് ചിലവഴിക്കണം. മുമ്പ് ചിലവഴിക്കണം. എന്തിന്റെ മുമ്പ്? വരുന്നതിന്റെ മുമ്പ്. വരുന്നതിന്റെ മുമ്പ് ചിലവഴിക്കണം. എന്ത് വരുന്നതിന്റെ മുമ്പ്? അഹദുക്കും, നിങ്ങളിൽ ഓരോരുത്തർക്കും വരുന്നതിന്റെ മുമ്പ്. അൽ മൗതു, മരണം നിങ്ങളെ തേടി വരുന്നതിന്റെ മുമ്പേ നിങ്ങൾക്ക് ഞാൻ തന്ന സമ്പത്തിൽ നിന്ന് നിങ്ങൾ ചിലവഴിക്കണം. നിങ്ങൾക്ക് ഞാൻ നൽകിയിട്ടുള്ള സമ്പത്തിൽ നിന്ന് നിങ്ങൾ ഓരോരുത്തർക്കും മരണം വന്നെത്തുന്നതിന്റെ മുമ്പ് തന്നെ നിങ്ങൾ ചിലവഴിക്കണേ എന്ന് അല്ലാഹു തആല പറയുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞല്ലോ സമ്പത്ത് വലിയ പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ വിജയിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. ആ സമ്പത്തിന്റെ വിഷയത്തിൽ, സന്താനങ്ങളുടെ കാര്യത്തിലെങ്ങാനും നമ്മൾ പരാജയപ്പെട്ടു പോയാൽ, അവിടെ അള്ളാഹുവിനെ മറക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അവർ ഏറ്റവും വലിയ നഷ്ടക്കാരാണ്. അള്ളാഹുവിന്റെ അടുക്കൽ വിജയിക്കാനുള്ള മഹത്തായ ഒരു മാർഗമാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചിലവഴിക്കുക എന്നത്. അത് സക്കാത്തായിട്ടാകട്ടെ, അല്ലെങ്കിൽ ദാനധർമ്മങ്ങളായിട്ട് സ്വതക്കയായിട്ടാകട്ടെ, അതല്ലെങ്കിൽ ഹദിയയാകട്ടെ, ഏതെങ്കിലും നിലക്ക് റഹ്മാനായ റബ്ബ് ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ ചിലവഴിക്കുക എന്നത് അള്ളാഹുവിന്റെ ഇഷ്ടവും അവന്റെ പൊരുത്തവും വിജയവും എല്ലാം നേടിയെടുക്കാനുള്ള മഹത്തായ മാർഗമാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നത്, വിശ്വാസികളെ, നിങ്ങൾക്ക് മരണം വരുന്നതിന്റെ മുമ്പ് തന്നെ ഞാൻ തന്ന സമ്പത്തിൽ നിന്ന് നിങ്ങൾ ചിലവഴിക്കണം. തുടർന്ന് അള്ളാഹു പറയുന്നത് നോക്ക്, ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. ഫയഖൂല, അപ്പോൾ പറയും, അപ്പോൾ ചില ആളുകൾ പറയും, എപ്പോ? മരണം വരുമ്പോ, സകറാത്തുൽ മൗത്തിന്റെ ഹാലിൽ, ഖാബിലുൽ അർവാഹ്, മലക്കുൽ മൗത്ത് വന്നിട്ട് ആത്മാവെന്ന് പിടിച്ചുകൊണ്ട് പോകുന്ന സമയം, ഫയഖൂല, ചില ആളുകൾ പറയും, റബ്ബി, എന്റെ രക്ഷിതാവേ. ആ സമയത്ത് അവൻ പറയും, റബ്ബി, എന്റെ റബ്ബേ, ലൗലാ അഖർതനി,
എന്നെ നീ പിന്തിപ്പിച്ചു തരികയാണെങ്കിൽ, എന്നെ ഒന്ന് നിനക്ക് പിന്തിപ്പിച്ചു തന്നുകൂടെ? ഇലാ അജല്, അജല് അവധി, ഇലാ അജല് അവധി വരെ. ലൗലാ അഖറതനീ, എന്നെ ഒന്ന് ഒഴിവാക്കി തന്നുകൂടെ, എന്നെ ഒന്ന് പിന്തിച്ചു തന്നുകൂടെ? ഇലാ അജല്, ഒരു അവധി വരെ. എങ്ങനത്തെ അവധി? ഒരു കൊല്ലം വേണ്ട, ഒരു മാസം വേണ്ട, വർഷങ്ങൾ തന്നെ നീ പിന്തിപ്പിച്ച് തരേണ്ടതില്ല. ഇലാ അജലിൻ ഖരീബ്, വളരെ കുറഞ്ഞ അടുത്ത ഒരു അവധി വരെ എന്നെ പിന്തിപ്പിച്ചു തന്നുകൂടെ? കുറച്ച് സമയം കൂടെ എനിക്ക് നീ ആയുസ് നീട്ടി തരികയാണെങ്കിൽ, എനിക്ക് ജീവിക്കാനുള്ള അവസരം നീ തരികയാണെങ്കിൽ, ആ മനുഷ്യൻ പറയാ ഞാൻ ധർമ്മം ചെയ്തു കൊള്ളാം. നീ എന്നെ പിന്തിപ്പിക്കുകയാണെങ്കിൽ അപ്പോൾ ഞാൻ ധർമ്മം ചെയ്യും. ഞാൻ ആവുകയും ചെയ്യും സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ, സദ്വൃത്തന്മാരാകുന്ന സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ എനിക്ക് ആകുകയും ചെയ്യാമായിരുന്നു റബ്ബേ. പക്ഷേ അടുത്ത ഒരു അവധി വരേക്കും എന്നെ ഒന്ന് പിന്തിപ്പിച്ചു തന്നുകൂടെ എന്ന് അവനോട്, അള്ളാഹുവിനോട് ഈ മനുഷ്യൻ അവസാനമായി കെഞ്ചുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാം. 9-ാമത്തെ ആയത്തിൽ സന്താനങ്ങളെയും സമ്പത്തിനെയും അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് നിങ്ങൾക്ക് തടസ്സമാകരുത്. 2 കാര്യങ്ങളാ പറഞ്ഞു, ഒന്ന് സമ്പത്ത്, രണ്ടാമത്തേത് സന്താനങ്ങൾ. എന്നാൽ തുടർന്നുള്ള ആയത്തിൽ അള്ളാഹു തആല സമ്പത്തുകളുടെ ഗൗരവമാണ് പറഞ്ഞത്. നിങ്ങൾക്ക് മരണം വരുന്നതിന്റെ മുമ്പ് നിങ്ങൾ സമ്പത്ത് ചെലവഴിക്കണം. അതുവരെ സമ്പത്ത് ചെലവഴിക്കാതെ പിശുക്കി വെച്ചാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാനുള്ള അവസരങ്ങളും സന്ദർഭങ്ങളും ഉണ്ടായി. അതിന്റെ മഹത്വം മനസ്സിലാക്കി പള്ളിക്ക് വേണ്ടി, അതേപോലെ ഇസ്ലാമിക സ്ഥാപനങ്ങൾക്ക് വേണ്ടി, ഇസ്ലാമിന്റെ പ്രചരണത്തിന് വേണ്ടിയൊക്കെ അള്ളാഹു തന്നിട്ടുള്ള സമ്പത്ത് കൊടുക്കാനുള്ള അവസരങ്ങൾ ഇഷ്ടം പോലെ അവരുടെ അരികെ വന്നു. പക്ഷേ കൊടുക്കാൻ മനസ്സ് വന്നില്ല. കൊടുത്താൽ കുറഞ്ഞു പോകുമോ എന്ന തോന്നലുണ്ടായി, കൊടുത്തില്ല, പിശുക്കി വെച്ചു. ഞാനത് കൊടുത്താൽ അതുകൊണ്ട് എനിക്ക് ധാരാളം മറ്റു കാര്യങ്ങളുണ്ട്. ഒരു 500 രൂപ ഞാൻ കൊടുത്താൽ ആ 500 ഉണ്ടെങ്കിൽ എനിക്ക് നാളെ എന്റെ കുടുംബത്തിന് വേണ്ടി ഇന്നാലിന്ന സാധനങ്ങളൊക്കെ വാങ്ങാൻ കഴിയും. ഞാനിതിപ്പോ ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്കത് വാങ്ങാൻ കഴിയില്ല. ദാരിദ്ര്യങ്ങളെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കാതെ പിശുക്കി വെച്ച ആളുകൾ നാളെ റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ കേണപേക്ഷിക്കുന്ന ഒരു സന്ദർഭമുണ്ട് എന്ന് അള്ളാഹു പറയുന്നു. അതെപ്പോഴാ? ആരുമില്ലാത്ത ഒരു ദിവസം, എല്ലാവരും വിട്ടൊഴിയുന്ന ഒരു ദിവസം, നമ്മൾ മാത്രമാകുന്ന ഒരു ദിവസം, നമ്മുടെ ചുറ്റും കൂടിയിട്ടുള്ള മുഴുവൻ നമ്മുടെ പ്രിയപ്പെട്ടവർ കരഞ്ഞ് കണ്ണുനീർ വാർക്കുന്ന ആ അവസാനത്തെ സന്ദർഭത്തിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിനോട് ഞാനും നിങ്ങളും കേഴുമെന്നാണ്. റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്, അള്ളാഹുവേ ഒരു അല്പസമയം എനിക്ക് നീ പിന്തിച്ചു തരികയാണെങ്കിൽ ഞാൻ ദാനധർമ്മം ചെയ്തു കൊള്ളാം, ഞാൻ സ്വാലിഹീങ്ങളിൽ പെട്ടുകൊള്ളാം എന്ന് നമ്മൾ വിലപിക്കും. നമുക്കറിയാം പല കാര്യങ്ങളിലും ഉന്നതിയിൽ നിൽക്കുന്ന ആളുകൾ, നിസ്കാരത്തിന്റെ വിഷയത്തിൽ, അതേ പ്രകാരം നോമ്പ് നോൽക്കുന്ന വിഷയത്തിൽ, ഖുർആൻ പാരായണത്തിന്റെ കാര്യത്തിൽ, എല്ലാത്തിലും പൊതുവായിട്ടുള്ള എല്ലാ നന്മകളിലും ഒന്നാം സ്വഫിൽ നിൽക്കുന്ന ആളുകൾ, എത്രയോ ആളുകളെ നമുക്കൊക്കെ പരിചയമുണ്ട്. സമ്പത്ത് ചിലവഴിക്കാൻ പറഞ്ഞാൽ കൃത്യമായി സക്കാത്തിന്റെ കണക്ക് നോക്കാതെ അത് ഒരു 10 രൂപയോ അല്ലെങ്കിൽ ഒരു 100, 1000, 10000 ഒക്കെ കൊടുത്തുകൊണ്ട് മാത്രം അത് സക്കാത്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ, ദാനധർമ്മം ചെയ്യേണ്ട സന്ദർഭങ്ങൾ ഉണ്ടായിട്ടും കൊടുക്കാത്ത ആളുകൾ, ബാക്കി എല്ലാ വിഷയത്തിലും അവർ മുൻപന്തിയിലാണ്. പക്ഷെ സമ്പത്തിന്റെ വിഷയം വരുമ്പോ, ദാനധർമ്മം ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോ അവർ പിന്നോട്ട് ഏറ്റവും അവസാനത്തെ സ്വഫിലേക്ക് പോകുന്നതായി കാണാം. ബാക്കി എല്ലാത്തിലും ഒന്നാം സ്വഫിലാണ്. സദഖ ചെയ്യുന്ന വിഷയത്തിൽ, പൈസ ഇറക്കിയിട്ട് കളിക്കുന്ന വിഷയത്തിൽ അവർ ഏറ്റവും പിന്നിലെ സ്വഫിലേക്കായിരിക്കും. ചിലപ്പോൾ തീരെ സ്വഫ് തന്നെ ഉണ്ടാവൂല എന്ന് പറഞ്ഞാൽ തീരെ കൊടുക്കാൻ ഒരു താല്പര്യവുമില്ലാത്ത ആളുകൾ ഉണ്ട്. അതുകൊണ്ടാണ് സത്യവിശ്വാസികളാകുന്ന ആളുകളെ വിളിച്ചുകൊണ്ട് അല്ലാഹു തആല പ്രത്യേകമായി ഈ ദാനധർമ്മത്തിന്റെ ഗൗരവം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നത്. ജീവിതകാലത്ത് കൊടുക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടും അത് കൊടുക്കാത്തവർ, ചെലവഴിക്കാൻ മുന്നോട്ട് വരാത്ത ആളുകൾ, ഇപ്പോഴല്ല ഖേദങ്ങൾ ഉണ്ടാവുക. കൊടുക്കാൻ അവസരം ഉണ്ടായിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ മരണസമയത്ത് അവർ ഖേദിക്കേണ്ടി വരും. എന്നാൽ ആ ഖേദം കൊണ്ടോ അള്ളാഹുവിനോട് ഒരു സെക്കൻഡോ ഒരു മിനിറ്റോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ അള്ളാഹുവെ എന്നെ പിന്തിച്ചാൽ ഞാൻ കൊടുക്കാം, ഞാൻ നന്നായിക്കൊള്ളാം, എന്റെ സമ്പത്ത് വേണമെങ്കിൽ മുഴുവൻ ഞാൻ ദീനിന് വേണ്ടി കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടാവോ? അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറയുന്നത് അവരുടെ വർത്തമാനം വെറും വർത്തമാനം മാത്രമായിരിക്കും. അതുകൊണ്ട് യാതൊരു കാര്യവും ഉണ്ടാവുകയില്ല. കൊടുക്കുകയാണെങ്കിൽ എപ്പോ കൊടുക്കണം? മരണം വരുന്നതിന്റെ മുമ്പ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് കൊടുക്കേണ്ടത്, ഇന്നാണ് കൊടുക്കേണ്ടത്, നാളേക്ക് മാറ്റിവെക്കേണ്ടതല്ല. ദാനധർമ്മം എന്ന് പറയുന്നത് കൊടുക്കാൻ കിട്ടിയ അള്ളാഹുവിന്റെ മാർഗത്തിലാണ്, നല്ല കാര്യമാണ്, അള്ളാഹു ഇഷ്ടപ്പെട്ട വിഷയമാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇന്ന് തന്നെ, ഇപ്പോൾ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ കൊടുക്കാൻ തയ്യാറാകണം എന്നാണ് അള്ളാഹു തആല പറയുന്നത്. കാരണം നാളെ നമ്മൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, നാളെ കൊടുക്കാമെന്ന് വിചാരിച്ച നാളെ നമ്മൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇന്ന് നമുക്ക് കൊടുക്കാൻ കഴിയുന്നത് ഇന്ന് തന്നെ നമ്മൾ കൊടുക്കണം.
മരണസമയത്ത് അല്ലെങ്കിൽ ഖേദിക്കേണ്ടി വരും. ആ ഖേദം കൊണ്ട് യാതൊരു കാര്യം ഉണ്ടാവുകയില്ല എന്ന് അവസാനത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നു. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. അല്ലാഹുവേ, ഒരല്പനിമിഷം, ഒരു ചെറിയ ഒരു അവധി വരേക്കും എന്നെ പിന്തിച്ചുകൂടെ, ഞാൻ നന്നാകാം, ദാനധർമ്മം ഞാൻ ചെയ്യാൻ തയ്യാറാണ് എന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ മറുപടി വലൻ യുഅഖിറല്ലാഹ്, തീർച്ചയായും അള്ളാഹു പിന്തിക്കുന്നതല്ല, അള്ളാഹു പിന്തിക്കുകയില്ല തന്നെ. നഫ്സൻ, ഒരു ആളെയും ഒരാത്മാവിനെയും അള്ളാഹു പിന്തിക്കുകയില്ല. ഇദാ ജാഅ, വന്നാൽ അജലുഹാ, ആ മനുഷ്യന്റെ അവധി അങ്ങ് വന്നു കഴിഞ്ഞാൽ ഒരു നിമിഷ നേരത്തേക്ക് പോലും ഒരാളെയും പിന്തിക്കുന്ന പ്രശ്നമില്ല. വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. അല്ലാഹു ഖബീറുൻ, സൂക്ഷ്മമായി അറിയുന്നവനാണ്, സൂക്ഷ്മമായി അറിയുന്ന ഖബീറാണ് റബ്ബ്. ബിമാ, ഒന്നുകൊണ്ട്, തഅമലൂന, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച്. അപ്പൊ നിങ്ങൾ എന്താണോ പ്രവർത്തിക്കുന്നത്, ആ പ്രവർത്തിച്ചതിനെ കുറിച്ച് അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നവനാണ്. ഒരാളെയും അവരുടെ ആ അവധി അങ്ങ് എത്തിക്കഴിഞ്ഞാൽ അവരെ ഒരു നിമിഷ നേരത്തേക്ക് പിന്തിക്കുകയില്ല. ആരൊക്കെയാണ് മരിക്കണമെന്ന് റബ്ബ് തആല തീരുമാനിച്ചിട്ടുള്ളത്, അവരാ നിമിഷ നേരം തന്നെ മരിക്കും. വീണ്ടും ജീവൻ കൊടുക്കണമെന്നതാണ് റബ്ബിന്റെ തീരുമാനമെങ്കിൽ അല്ലാഹു തആല അവർക്ക് ജീവൻ വീണ്ടും വിട്ടുകൊടുക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസം അഹമ്മദാബാദിലുണ്ടായ വിമാനാപകടം അല്ലെ, ആ വിമാനാപകടത്തിൽ നിന്ന് അതിലുള്ള യാത്രക്കാർ മുഴുവനും മരണപ്പെട്ടു. പക്ഷെ ഒരാൾ അല്ലാഹു തആല രക്ഷപ്പെടുത്തിയില്ലേ? വല യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. അള്ളാഹുവിന്റെ ആ അവധി അങ്ങ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു നിമിഷ നേരത്തേക്ക് ഒരാളെയും പിന്തിക്കുകയില്ല. എല്ലാവരുടെയും അവധി അല്ലാഹു തആല നിശ്ചയിച്ചതാണ്. പക്ഷെ ആ രക്ഷപ്പെട്ട മനുഷ്യന്റെ അവധി അല്ലാഹു തആല നിശ്ചയിച്ചിട്ടില്ല. വീണ്ടും അദ്ദേഹത്തിന് ജീവിക്കാനുള്ള അവസരം അല്ലാഹു തആല കൊടുക്കുകയാണ്. ഇങ്ങനെയാണ് എത്രയോ അപകടങ്ങൾ, എത്രയോ പെട്ടെന്നുള്ള മരണങ്ങൾ ഞാനും നിങ്ങളും കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു. അതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും വലിയ ഉണർത്തുപാട്ടാകണം, വലിയ സന്ദേശമാകണം ഈ ആയത്ത്. അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അവസരങ്ങളെ, അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള സമ്പത്തിനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തുവാനും മരിക്കുന്നതിന്റെ മുമ്പ് അത് ചിലവഴിക്കുവാനും എനിക്കും നിങ്ങൾക്കും കഴിയണം. മരിച്ചതിന് ശേഷം എന്റെ മക്കൾ എനിക്ക് വേണ്ടി ചിലവഴിക്കുമെന്ന് ധരിക്കുന്നത് അത് മൂഢധാരണയാണ്. സത്യവിശ്വാസികളിൽ ഉൾപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞാനും നിങ്ങളുമൊക്കെ. ആ ആഗ്രഹത്തോടൊപ്പം ദാനധർമ്മം ചെയ്യുന്ന വിഷയത്തിൽ, അള്ളാഹു തന്നിട്ടുള്ള സമ്പത്തിനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്ന വിഷയത്തിൽ ഒരിക്കലും നമ്മൾ പിന്നോക്കം നിൽക്കാൻ പാടില്ല. ഏറെ താല്പര്യത്തോടുകൂടെ മുന്നോട്ട് വരാൻ നമുക്ക് കഴിയണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, എല്ലാവരും പറയും മാലി മാലി മാലി, എന്റെ സ്വത്ത്, എന്റെ സ്വത്ത്, എന്റെ വീട്, എന്റെ വാഹനം, എന്റെ സമ്പത്ത്, എന്റെ തോട്ടങ്ങള് എന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, മോനെ, എന്റേതെന്ന് പറയാൻ, എന്റേതെന്ന് ഉറപ്പിച്ചും തറപ്പിച്ചും പറയാൻ കഴിയുന്നത് നമ്മുടെ വീട് ചൂണ്ടിക്കാണിച്ചിട്ട് അത് എന്റെ വീടാണെന്ന് പറയാൻ, ഉറപ്പിച്ച് പറയാൻ നമുക്ക് പറ്റില്ല. കാരണം നമ്മുടെ മരണത്തോടുകൂടെ അതിന്റെ അവകാശികൾ മാറുകയാണ്. മനസ്സിലായില്ലേ? നമ്മുടെ തോട്ടങ്ങളും ഇന്ന് നമ്മുടേതാണെന്ന് പറഞ്ഞതെല്ലാം നമ്മുടെ മരണത്തോടുകൂടെ നമ്മുടേതല്ലാതെയായി മാറുന്നു. നമ്മുടെ മക്കളും നമ്മുടെ കുടുംബവും അത് ഓഹരി വെച്ചെടുക്കും. അത് നമ്മുടേതല്ല. അള്ളാന്റെ റസൂൽ പറയുന്നത്, എന്റേതാണെന്ന് എനിക്ക് പറയാൻ കഴിയുന്നത് ഒന്ന്, നാം ഭക്ഷിച്ചു കഴിഞ്ഞ ഭക്ഷണം അതെന്റേതാണെന്ന് പറയാം. കാരണം അത് പിന്നെ ആരും കട്ടുകൊണ്ടുപോകില്ല. പക്ഷെ നമ്മുടെ അടുക്കളയിൽ നമുക്കായി ഇന്ന് ഈ സമയത്ത് ഉണ്ടാക്കി വെച്ച ഭക്ഷണം അതെന്റേതാണെന്ന് പറയാൻ കഴിയില്ല. കാരണം അത് നമ്മൾ ഭക്ഷിച്ചിട്ടില്ല. ആ ഭക്ഷണം കഴിക്കാൻ ഞാൻ ഉണ്ടാകുമോ നമുക്ക് ഉറപ്പില്ല. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതെന്റേതാണെന്ന് പറയാം. അതുപോലെ നാം ധരിച്ചു കൊണ്ടിരിക്കുന്ന വസ്ത്രമല്ല, നാം ധരിച്ച് നുരുമ്പിപ്പോയ വസ്ത്രം അത് നമ്മുടേതാണെന്ന് പറയാം. ഇപ്പൊ ഞാൻ ധരിച്ചിട്ടുള്ള എന്റെ വസ്ത്രം, നിങ്ങൾ ഓരോരുത്തരും ധരിച്ചിട്ടുള്ള വസ്ത്രം അത് നമ്മുടേതാണോ? നമ്മളത് മരിച്ചിട്ട് നാളെ അത് ധരിക്കാൻ അതിന്റെ അവകാശികൾ മാറും. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എന്റേതാണെന്ന് പറയാൻ പറ്റുന്ന സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാനും നിങ്ങളും ഒരു 10 രൂപ കൊടുത്തെങ്കിൽ, ഒരു 100 രൂപ അള്ളാന്റെ മാർഗത്തിൽ ദാനധർമ്മമായി നാം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ച് നമുക്ക് പറയാം അതെന്റേതാണ്, ആ 100 രൂപ എന്റേതാണ് എന്ന് എനിക്ക് പറയാൻ കഴിയും. കാരണം അതിന്റെ പ്രതിഫലം നാളെ പരലോകത്തുണ്ട്. നമ്മുടെ പോക്കറ്റിലുള്ള സമ്പത്ത് നമ്മുടേതല്ല, നമ്മുടെ ബാങ്കിലുള്ള ബാലൻസുകൾ നമ്മുടേതല്ല, നമ്മുടെ വീടുകൾ നമ്മുടേതല്ല. അതിന്റെ എല്ലാം അവകാശികൾ മാറും. നാം കൊടുത്ത 500ഉം 1000ഉം 10,000ങ്ങളും ഒക്കെ അത് നമ്മുടേതാണ്. അത് മറ്റൊരാളും അതിന്റെ അവകാശികളായി വരില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്റേതാണെന്ന് ഉറപ്പിക്കാൻ പറ്റാവുന്ന കുറച്ച് ദാനധർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ തീർച്ചയായും നമുക്ക് കഴിയണം. യഥാർത്ഥ വിശ്വാസികളായി മാറാൻ കഴിയണം. അല്ലാതെ മരണാസന്ന സമയത്ത് അള്ളാഹുവേ എന്നെ അല്പനേരത്തേക്ക് പിന്തിപ്പിച്ചു തന്നാൽ ഞാൻ സ്വതക്ക ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരിക്കലും അതുകൊണ്ട് കാര്യമുണ്ടാവുകയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട്
അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നന്മയ്ക്ക് വേണ്ടി നല്ലവരായി ജീവിക്കുവാനും നല്ലവരായി മരണപ്പെടാനും ആ മരണാസമയത്ത് ഖേദിക്കാതിരിക്കുവാനും റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിക്കുക, അവനോട് അപേക്ഷിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം അവന്റെ സജ്ജനങ്ങളായ സത്യവിശ്വാസികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഈ നിമിഷം വരെ ഞങ്ങളിൽ നിന്ന് വന്നു പോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാഫാക്കി നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ധാരാളം ആളുകൾ വിവിധങ്ങളായ പള്ളിപ്പറമ്പുകളിലുണ്ട്. അതിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളുണ്ട്, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഇണകളുണ്ട്, ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരുണ്ട്, സഹപാഠികളുണ്ട്, ഞങ്ങളുടെ സ്നേഹിതന്മാരുണ്ട്, ഞങ്ങളുടെ പണ്ഡിതന്മാരുണ്ട്, നേതാക്കന്മാരുണ്ട്. അല്ലാഹുവേ, ഈ നിമിഷം ഞങ്ങൾ അവരെ ഓർക്കുകയാണ്. അവരുടെ ഖബറുകളെ നീ വിശാലമാക്കണം റഹ്മാനെ. അവർക്ക് നീ മഗ്ഫിറത്ത് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, അവർക്ക് നീ റഹ്മത്ത് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ സനാബിൽ ഖുർആൻ പഠന പദ്ധതിയെ ശാരീരികമായി സഹായിക്കുന്നവർ ഏറെയുണ്ട്. സാമ്പത്തികമായി എന്നും ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ധാരാളം ആളുകളുണ്ട്. അല്ലാഹുവേ, സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ഞങ്ങൾക്ക് പിന്തുണ നൽകുന്നവരുണ്ട്. നിന്റെ വിശുദ്ധമായ ഈ കലാമിനെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തുന്നവരുണ്ട്. എല്ലാവരെയും നിനക്കറിയാം. എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ ഖുർആനിനെ സ്നേഹിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, കീറി മുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് അല്ലാഹുവേ ഞങ്ങളെ നീ സലാമത്താക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുമായി ബന്ധപ്പെട്ട ധാരാളം ആളുകൾ, അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, കുടുംബങ്ങൾ, സ്നേഹിതന്മാർ പലരും രോഗികളാണ്. അല്ലാഹുവേ, നീ പൂർണ്ണമായ ശമനം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണം റഹ്മാനെ. അല്ലാഹുവേ, മാരകമായ പരീക്ഷണങ്ങളെ ഞങ്ങൾക്ക് നീ നൽകരുത് റഹ്മാനെ. അല്ലാഹുമ്മ അൻത തഅലമു ദുനൂബനാ വഗ്ഫിർഹാ, അല്ലാഹുമ്മ അൻത തഅലമു അംറാദനാ വഷ്ഫിഹാ, അല്ലാഹുമ്മ അൻത തഅലമു ദുയൂനനാ ഫഅദ്ദിഹാ, അല്ലാഹുമ്മ അൻത തഅലമു ഹാജാതിനാ വഖ്ളിഹാ യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ وترحمنا لنكونن من الخاسرين. اللهم ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم فانصرنا على القوم الكافرين. اللهم فانصرنا على القوم الكافرين. اللهم فانصرنا على القوم الكافرين. അല്ലാഹുവേ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വാറ്റാക്കളാകുന്ന മുസ്ലിമീങ്ങളാണ് എന്നൊരൊറ്റ കാരണത്താൽ പീഡനം അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്, യുദ്ധഭീതിയിൽ നിൽക്കുന്ന ആളുകളുണ്ട്. അല്ലാഹുവേ, നിന്റെ സംരക്ഷണം നീ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അവരെ എല്ലാം നീ സഹായിക്കണം റഹ്മാനെ. ഇസ്ലാമിന് ഇസ്സത്ത് നൽകണം റഹ്മാനെ. ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് നീ ദില്ലത്ത് കൊടുക്കണം റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ ദുആനാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ വഗ്ഫിർ ലനാ ബിമഗ്ഫിറതിക വർഹംനാ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. أقول قولي هذا أستغفر الله العظيم لي ولكم وأستغفره أني وعنكم وعن جميع المسلمين والمؤمنين أجمعين واستغفروا إنه هو الغفور الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.